ഹായ്, ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നിനിയിപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കി നോക്കാം. വളരെ പെട്ടെന്ന് നല്ല സ്വാദുള്ള ഒരു ചിക്കൻ കറി. അടുപ്പത്തേക്ക് ചട്ടി വെച്ചിട്ട് നമുക്ക് 2 സ്പൂണോളം എണ്ണ ഒഴിക്കാം. അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കൂട്ടത്തിൽ ഉലുവ, അതുപോലെ തന്നെ ജീരകവും, പെരുംജീരകം, ഇത് മൂന്നും ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് സവാളയും അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അരച്ചതാണ്. ആ പേസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് അതൊന്ന് പച്ചവെള്ളം മാറി ഒന്ന് കുക്കാവുന്നത് വരെ ഒരു 5 മിനിറ്റ് അടച്ചിട്ടൊന്ന് വേവിക്കുക. വേവിച്ചതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂൺ, ഇത് ഗരം മസാല പിന്നെ കുരുമുളക്. നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, പച്ചമുളക് ചേർത്തിട്ടില്ല, കുരുമുളകിലാണ് ഇത് ചെയ്യുന്നത്. 2 വലിയ സ്പൂൺ കുരുമുളക്, നല്ലപോലെ പൊടിയാത്ത രീതിയിൽ ഉള്ള കുരുമുളക്, അതിനോടുകൂടി ഒരിച്ചിരി ഗരം മസാല ലേശം. ഇതെല്ലാം കൂടെ ഒന്ന് കുക്കായി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ, അല്ലെങ്കിൽ തേങ്ങ അരച്ച് ചേർത്താലും മതി. 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ടെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് ഒന്നുകൂടെ വേവാൻ അനുവദിക്കുന്നു. നല്ല തിക്കായിട്ട് നല്ല പേസ്റ്റ് ഉണ്ടാക്കി നല്ല മണമൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് കുരുമുളകാണ് യഥാർത്ഥത്തിൽ ചേർത്തിരിക്കുന്നത്. അല്ല മുളക് പൊടിയോ പച്ചമുളകോ ഒന്നുമില്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള എരിവിന്, അത് ഓരോരുത്തരുടെയും തൃപ്തിക്കനുസരിച്ച് ഇച്ചിരൂടെ ചേർക്കാം. ഒരു 750 ഗ്രാമോളം ഉള്ള ചിക്കനാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടെല്ലാം കൂടെ ഒന്നിച്ച് ചിക്കി നന്നായി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അങ്ങ് 15 മിനിറ്റ്, ഇത്രയും നേരത്തിനകം നമ്മുടെ ഇറച്ചിക്കറി റെഡിയായിരിക്കും. നിങ്ങളെല്ലാം ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായം പറയണേ. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.